Good morning. Good morning. Okay, exam എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു എക്സാം? നല്ലതായിരുന്നോ? ടഫ് ആയിരുന്നോ? ഓക്കെ, റിസൾട്ട് വന്നോ നിങ്ങൾക്ക്? കുഴപ്പമില്ല. ആ, ഓക്കെ. റിസൾട്ട് പബ്ലിഷ് ചെയ്തോ? എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു മിസ്സേ. ടഫായിരുന്നോ? എനിക്കൊന്ന് പഠിക്കാനുള്ളൊരു ടൈമും കൂടി ഉണ്ടായിരുന്നില്ല. അതാരണാണ് കൊച്ചിന് പാടില്ലായിരുന്നു. അപ്പം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഫെയിലായി പോയി. സാറില്ല, നമുക്ക് അടുത്ത എക്സാമിന് നോക്കാം. ഓക്കെ മിസ്സേ. കിട്ടുന്ന ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്കറിയാം, എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടാവും. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നോക്കാനും അതുപോലെ തന്നെ വീട്ടിലെ പണിയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 10-60 പേജ് അല്ലെ, പേജ് അടങ്ങുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടെങ്കിലും കൂടി വലിച്ചെത്തിക്കാം എന്നുള്ള രീതിയിലാക്കാം അല്ലെ. പക്ഷെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, കുറെ പേജുകളുണ്ട്. അതുപോലെ തന്നെ എന്താ ഡിമെറിറ്റ്സ്, അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, നേച്ചർ, അങ്ങനെ കുറെ കാര്യങ്ങൾ, ഡെഫിനേഷൻ തന്നെ പല പല ഡെഫിനേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ കിട്ടുന്ന ടൈം മൊത്തം എനിക്കൊരു ജനുവരി സെക്കൻഡ് വീക്കോട് കൂടി ഞങ്ങളുടെ ക്ലാസ് കംപ്ലീറ്റ് ആവും. അപ്പോഴും എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കാം, ജനുവരിയോട് കൂടി തന്നെ എക്സാംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ടൈം കിട്ടുമ്പോ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, റിസൾട്ട് വന്നിട്ടില്ലല്ലോ? പബ്ലിഷ് ചെയ്തായിരുന്നോ റിസൾട്ട്? പബ്ലിഷ് ചെയ്തായിരുന്നു. ആ, ചെയ്തു. എത്ര മാർക്ക് ഉണ്ട്? എനിക്ക് 18 ഉള്ളു. ആകെ 4 പേര് മാത്രമേ ഫെയിൽഡ് ആയുള്ളൂ. ബാക്കി എല്ലാവരും പാസ്സായിരുന്നു. 43, 44 പിന്നെ ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. സായോജനക്ക് എത്ര മാർക്ക് ഉണ്ട്? ഇല്ലേ, ജോയിൻ ആയിട്ടുണ്ടോ? 48. സായോജ് 48. കുഴപ്പമില്ലാത്ത മാർക്കാണല്ലോ. കേട്ടു. കുഴപ്പമില്ലാത്ത മാർക്കാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കാൻ നോക്കാം കേട്ടോ. 48. കറക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട്. ഓക്കെ, ഗുഡ്. അപ്പോ നമ്മുടെ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചല്ലേ. ചാപ്റ്റർ 4 ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ചാപ്റ്റർ വേഗം കംപ്ലീറ്റ് ആവും. നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പോലെയല്ല, ചാപ്റ്റർ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. ഇത് കഴിഞ്ഞിട്ട് മിസ് ടൈം എന്തായാലും കിട്ടാതിരിക്കില്ല. ജനുവരിയോട് കൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ടൈം കിട്ടുമ്പോൾ നമുക്ക് എന്താ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 2 ചാപ്റ്ററിന്റെ റിവിഷൻ. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആകും. ഓക്കെ, ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 4 ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു? റിവൈസ് ചെയ്യാം കേട്ടോ. എക്സാംസ് ഒക്കെ കഴിഞ്ഞതല്ലേ.
Okay, talent management എന്ന് പറഞ്ഞാൽ എന്താ? Talent management indicates the skills of attracting highly skilled workers, integrating new workers, and improving and retaining current workers to meet the current and future business objectives. എന്താണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കുക, പുതിയ തൊഴിലാളികളെ സംയോജിപ്പിക്കുക, നിലവിലുള്ളതും ഭാവിയിലുള്ള ബിസിനസ് ഒബ്ജക്റ്റീവ്സിനെ അല്ലെങ്കിൽ ബിസിനസ് ഗോൾസിനെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള തൊഴിലാളികളെ മെച്ചപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നീ കഴിവുകളെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, HR മാനേജറിന്റെ കീ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാല് ഫൈൻഡിങ് ടാലന്റ് എംപ്ലോയീസ്. സെക്കൻഡ് ടാസ്ക് എന്താണ് അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, റീറ്റെയിനിങ് ടാലന്റഡ് എംപ്ലോയീസ്. ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെ, കണ്ടെത്തുക. ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് കീ ടാസ്ക് എന്ന് പറഞ്ഞാല്. ഇനി എന്താ അക്വയറിംഗ് ടാലന്റഡ് എംപ്ലോയീസ്, എന്താണ് ഏറ്റെടുക്കുക അല്ലെ. അക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റെടുക്കുക. പിന്നെന്താ റീറ്റെയിനിങ് ടാലന്റ് എംപ്ലോയീസ്, നിലനിർത്തുക അല്ലെ. റീറ്റെയിനിങ് എന്ന് പറഞ്ഞാല് നിലനിർത്തുക, നല്ല ട്രെയിനിങ്ങുകള്, നല്ല പ്രാക്ടീസുകള്, അതുപോലെ തന്നെ അവരെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. സാലറി പാക്കേജ് ആവാം, ബോണസ് ആവാം, പ്രമോഷൻ ആവാം, ട്രാൻസ്ഫർ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നല്ല കഴിവുകളുള്ള നല്ല നോളജുകളുള്ള എംപ്ലോയീസിനെ നമ്മൾ വാർത്തെടുക്കുകയും അവരെ നിലനിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ് HR മാനേജേഴ്സിന്റെ കീ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ എന്താ HCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം എഴുത്തമിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താ നമ്മൾ പറഞ്ഞത്? അത് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് refers to the strategic approach to managing an organization's workforce, focusing on acquiring, developing and utilizing employees' skills and abilities to drive business successes. ഇവിടെ പറയുന്നത് എന്താ? ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ വർക്ക് ഫോഴ്സുകള് മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് വിജയത്തിലേക്ക് നയിക്കുന്നതിന് ജീവനക്കാരുടെ കഴിവുകള് നേടിയെടുക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും ഉപയോഗപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു ബിസിനസ് ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ജീവനക്കാരെ നമ്മൾ നേടിയെടുക്കുക അല്ലെ. അത്തരം ക്വാളിറ്റിയുള്ള കഴിവുകളുള്ള സ്കില്ലുകളുള്ള ക്യാപ്പബിലിറ്റീസ് ഉള്ള ആളുകളെ നമ്മൾ നേടിയെടുക്കുന്നു. ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മൾ എടുത്തു, അവരുടെ കഴിവുകളെ നമ്മൾ വികസിപ്പിക്കുന്നു അല്ലെ. എങ്ങനെയൊക്കെ വികസിപ്പിക്കാൻ പറ്റും നമുക്ക്? ഓർഗനൈസേഷനിലെ പ്രാക്ടീസുകള്, ട്രെയിനിങ്ങുകള് അല്ലെ, മോട്ടിവേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് നമ്മള് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെന്താ ടാലന്റ് മാനേജ്മെന്റ് ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് coordinating, collaborating and managing different talent peoples have to offer within the company. This is carried out by studying and examining each individual on the basis of their skills, talent, personality and character in relation to filling a particular vacancies within the company. അപ്പൊ എന്താ പറയുന്നത്? എന്തിവിടെ പറയുന്നത് എന്താണ്? ഒരു കമ്പനിയിലെ ജീവനക്കാരുടെ വിവിധ കഴിവുകളും നൈപുണ്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ജീവനക്കാരുടെ കഴിവുകള്, അവർക്ക് ഉണ്ടാകുന്ന നൈപുണ്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കുണ്ടാകുന്ന കഴിവുകളായിരിക്കില്ല സായുജ്യനുള്ളത്, സായുജ്യനുള്ള കഴിവുകളായിരിക്കില്ല അക്ഷരയ്ക്ക് ഉണ്ടാകുന്നത് അല്ലെ.
അപ്പൊ എല്ലാവർക്കും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്, അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളും ക്യാപ്പബിലിറ്റി ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉണ്ടാകുന്നത്. അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഉണ്ടാകുന്ന നൈപുണ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കമ്പനിക്കുള്ളിലെ ഒരു പ്രത്യേക കഴിവ് നികത്തുന്നതിനായിട്ട് ഒഴിവുകള്, കമ്പനിക്ക് എന്തെങ്കിലും വാക്കൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേക്കൻസിയിൽ ആളെ നമ്മൾ ഫില്ലാക്കണം അല്ലെ, കാൻഡിഡേറ്റിനെ നമ്മൾ ഫില്ലാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ്, ആ ഒഴിവ് നമ്മൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വ്യക്തിയെയും അവരുടെ കഴിവുകള്, വ്യക്തിത്വം, സ്വഭാവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും പരിശോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഓക്കെ, അവർക്ക് അവരുടെ കഴിവുകൾ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് കഴിവുകൾ ഉണ്ടാവും, അതൊന്നും കൂടി ഡെവലപ്പ് ആക്കിയെടുക്കാം, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാം, ട്രെയിനിങ്ങുകള്, അതുപോലെ തന്നെ ഓരോ വർക്ക്ഷോപ്പുകള്, കാര്യങ്ങള് എന്നിവയൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണ് ടാലന്റ് മാനേജ്മെന്റിലൂടെ ചെയ്യുന്നത്. Every individual has different skills to offer, and the challenging part for a company is selecting those individuals who fit in with the existing company culture. Effective HR procedures will be able to classify these individuals and appoint them appropriately. എന്താണ്, ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കഴിവുകൾ വാഗ്ദാനം ചെയ്യുകയും നിലവിലുള്ള കമ്പനി സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്നതിനുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം അല്ലെ. ഇപ്പൊ ഒരു കമ്പനിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്റർവ്യൂ നടത്തും അല്ലെ. അപ്പൊ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ഇന്റർവ്യൂവിൽ ചോദിക്കും, ഇന്ന ടാർഗറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക്, ഇന്ന കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഏറ്റെടുക്കാനായിട്ടും ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഇത്ര ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടും തയ്യാറാണെങ്കിൽ മാത്രം ഈ കമ്പനിയിൽ നിങ്ങൾ എടുക്കുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പൊ അവരുടെ കാര്യങ്ങളിലേക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ടാർഗറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ സാലറി പാക്കേജ് ഒക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നല്ല രീതിയിൽ ക്വാളിറ്റിയും കഴിവുകളുള്ള ആളുകളൊക്കെ വരുമ്പോൾ ഇന്ന ടാർഗറ്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ സാലറി കുറവാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കുറവ് സാലറിയാണ് അവർ തരുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണല്ലേ നമുക്ക് അവിടെ ആ കമ്പനിയിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട്. ചിലവർ പറയും ഈ ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. നമ്മൾ പല ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, സാലറി കുറവാണ്, പക്ഷെ നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ച് നമ്മൾ അവിടെ ചിലപ്പോ ജയിക്കുന്നവരും ഉണ്ടാവാം അല്ലെ, വർക്ക് ചെയ്യുന്നവരും. വളരെ കഷ്ടപ്പാടാണ്, പക്ഷെ തുച്ഛമായ സാലറി ആയിരിക്കും. പക്ഷെ നമ്മുടെ കഷ്ടപ്പാടനുസരിച്ചുകൊണ്ട് നമ്മള് കുടുംബത്തിലെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് വേണം ചിലപ്പോ അച്ഛനും അമ്മയ്ക്കൊക്കെ മരുന്ന് വാങ്ങിക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ അവിടെ ജോലി ചെയ്യും, തുച്ഛമായ സാലറി ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നിൽക്കുന്നവരുണ്ടാവാം അല്ലെ. അപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമ്പനിയിൽ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ആ വേക്കൻസിയിലോട്ട് ആളുകളെ ഫില്ല് ചെയ്യാനായിട്ട് ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണെന്നാണ് പറയുന്നത്. HR പ്രൊസീജിയേഴ്സ് ഈ വ്യക്തികളെ തരംതിരിക്കുകയും ഉചിതമായിട്ട് അവരെ നിയമിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HR മാനേജേഴ്സ് ആയിരിക്കും ഓരോ കമ്പനിയിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കമ്പനിയിൽ നല്ല രീതിയിൽ നിലനിന്നില്ല, അല്ലെങ്കിൽ വർക്കുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഫ്യൂച്ചറിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ HR മാനേജേഴ്സിനായിരിക്കും എന്ത് കിട്ടുന്നത്, അതിനുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അല്ലെ. അങ്ങനെയുള്ള എന്താണ്, നിങ്ങൾ തിരഞ്ഞെടുത്തത് ശരിയായില്ല അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് ഒരു രീതിയിൽ അവരാണ് ഈ HR മാനേജേഴ്സ് ആണ് കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവര് കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തില്ല എങ്കിൽ എന്താണ്, വളരെ അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്, HR മാനേജേഴ്സിന് തന്നെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഭാവിയില് പല കാര്യങ്ങളിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഡിസ്മിസൽ ഓർഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പം
കറക്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് HR മാനേജേഴ്സ് ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആ വേക്കൻസിയിലോട്ട് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ടാലന്റ് മാനേജ്മെന്റ്, അതുപോലെ HR മാനേജേഴ്സിന്റെ കീ ടാസ്കുകൾ എന്താണ്, നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, വായിച്ചു നോക്കാം. അതുപോലെ തന്നെ ആ 2 പാരഗ്രാഫും കറക്റ്റ് ആയിട്ടൊന്ന് വായിക്കാം. നിങ്ങൾ എക്സാമിന്റെ ഇടയിൽ ടാലന്റ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതാണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തത് കേട്ടോ. നമുക്ക് പതുക്കെ പോയാൽ മതി. നമുക്ക് ജനുവരി പകുതി വരെ നമ്മുടെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ പോവാം. പഠിച്ചു പിടിച്ച് ഓരോ കാര്യങ്ങളും പഠിച്ചു പിടിച്ച് പോവാം കേട്ടോ. റിവിഷൻ തരാം മിസ്, പേടിക്കേണ്ട, റിവിഷൻ തരാം. വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പേജ് വായിച്ചു നോക്കാം.
അത് ചെയ്യുന്നില്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ് TM മോഡൽ എന്ന് കൂടി പറയും കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് മോഡൽ എന്ന് കൂടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. അവിടെ നോക്കിയേ, ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ് മോഡൽ ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാ വരുന്നത്? പ്ലാനിങ്, ആദ്യം പ്ലാനിങ് നടത്തും അല്ലെ. പിന്നെ എന്താ വരുന്നത്? രണ്ടാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റിംഗ് ആണ്. മൂന്നാമതായിട്ട് പറയുന്നത് സെലക്ടിങ്, ഡെവലപ്പിംഗ്, റിറ്റെയിനിങ്, ട്രാൻസിഷനിങ് കേട്ടോ. ആദ്യം പ്ലാനിങ് വരുന്നു, അട്രാക്റ്റിംഗ്, സെലക്ടിങ്, ഡെവലപ്പിംഗ്, റിറ്റെയിനിങ്, ട്രാൻസിഷനിങ്. അപ്പോ ഇതിന് വേണ്ടതായിട്ടുള്ള നമ്മള് സ്ട്രാറ്റജികൾ അല്ലെ. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രങ്ങളല്ലേ ഓർഗനൈസേഷനില്. ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന് വേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഓരോ കാര്യങ്ങള് എന്താണ്? അട്രാക്റ്റിംഗ്, സെലക്ട് ചെയ്തു, ഡെവലപ്പിംഗ് ചെയ്തു. ഈ പ്രോസസ്സിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷനിലെ ഗോൾ അച്ചീവ് ചെയ്യാൻ കിട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഔട്ട്കംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം, ഓരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിലൂടെ, ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തുമ്പോൾ എന്താണ് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ പ്ലാൻ ചെയ്യാതെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തപ്പോ എന്തെങ്കിലും എന്താ അത് താറുമാറാകും അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും പ്രോസസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ നടത്തുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഔട്ട്കം ആണ് നമുക്കത് അതിൽ നിന്ന് കിട്ടാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു പിക്ചർ പോലെ, പിക്ചേഴ്സ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓരോ പ്രോസസ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്താ? പ്ലാനിങ് അല്ലെ. ഫസ്റ്റ് എന്താണ് പ്രോസസ് മോഡലിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. എന്താണെന്ന് നോക്കിയേ, പ്ലാനിങ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രോസസ് നമ്മൾ കണ്ടു അല്ലെ. ഓക്കെ, ആദ്യം പ്ലാനിങ് ആണ്. പ്ലാനിങ്, അട്രാക്റ്റിംഗ്, സെലക്ടിംഗ്, ഡെവലപ്പിംഗ്, റിറ്റെയിനിങ്, ട്രാൻസിഷനിങ് ആണ് വരുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കറിയാം, ഏതൊരു നമ്മള് കാര്യം ചെയ്യാണെങ്കിലും അതിനെടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലാനിങ് തന്നെയാണ്. ഓക്കെ, പ്ലാനിങ് എന്ന് പറയുന്നത് ടാലന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്, ഇനീഷ്യൽ സ്റ്റെപ്പ് ആണെന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്ലാനിങ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ടാലന്റ് മാനേജ്മെന്റ്. It involves the following. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഈ പ്ലാനിങ്ങില് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന് പറഞ്ഞു. ഇനി അതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നോക്കിയേ, എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്ന് നോക്കിയേ. ഐഡന്റിഫൈ ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഐഡന്റിഫൈ ദ ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അല്ലെ. എന്താണ് ഐഡന്റിഫൈ ചെയ്യാം? എന്താണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? മനുഷ്യ മൂലധന ആവശ്യകതകൾ തിരിച്ചറിയൽ. ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്. റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യകതകള്. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, ആവശ്യകതകള് ഐഡന്റിഫൈ ചെയ്യാം, തിരിച്ചറിയാം. എന്താണ്, എങ്ങനെയാണ്? എന്താണ് ഇപ്പൊ ഒരു നമ്മളൊരു ഓർഗനൈസേഷനിൽ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളെ നമ്മൾ ഡെവലപ്പ് ആക്കി എടുക്കുന്നതാണ് ഈ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് അവിടെ ഏത് ഇതിലേക്കാണോ വേക്കൻസി വന്നിരിക്കുന്നത്, ഏത് പോസ്റ്റിലേക്കാണോ, അപ്പൊ അതിനുള്ള സ്കില്ലുകള്, അതിനുള്ള നോളജ്, അതുപോലെ തന്നെ അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നമ്മൾ നോക്കിയിട്ട് അതെന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെ. എക്സ്പീരിയൻസ് എത്ര ഇയേഴ്സ് വേണം, അതുപോലെ തന്നെ എത്ര സ്കില്ല് വേണം, എത്തരത്തിലുള്ള നോളജ് ആണ് അത്യാവശ്യമായിട്ട് വരുന്നത്. അത്തരത്തിലുള്ള ഹ്യൂമൻ ക്യാപിറ്റല് ആണ് അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അത്തരത്തിലുള്ള ആളുകളെയാണ് ഈ നമ്മളുടെ ജോലിക്ക് ഉതകുന്ന രീതിയിലുള്ള നോളജും സ്കില്ലും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ള ആളുകളെ വേണം നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട്. ഡെവലപ്പിംഗ് ദ
ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾസ്. എന്താണ് ജോലി വിവരണവും അതുപോലെ തന്നെ അതിന്റെ പ്രധാന റോളും വികസിപ്പിക്കണം അല്ലെ. ജോലി എത്തരത്തിലുള്ള ജോലിയാണ് അവിടെ നമുക്ക് അവിടെ വേക്കൻസിയിൽ വരുന്നത്, ഇത്തരത്തിലുള്ള ജോലിയാണ്. അതുപോലെ തന്നെ ആ ഡിസ്ക്രിപ്ഷൻ അല്ലെ, അതിന്റെ ആ കീ റോള് എന്തൊക്കെയാണ്, എത്തരത്തിലുള്ള റോളുകളാണ് എന്നുള്ളത്. പ്രധാന റോളുകൾ നമ്മൾ വികസിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ. നമ്മുടെ ഓർഗനൈസേഷനിൽ എത്തരത്തിലുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്, ആ വേക്കൻസിയിലോട്ട് എത്ര സ്കില്ലും എത്ര നോളജും എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വികസിപ്പിച്ചെടുക്കണം. പിന്നെ എന്താ പ്രപ്പോസിങ് ഈ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റ്. എന്താണ് അവിടെ നിയമത്തിനായിട്ട് ഒരു തൊഴിലാളി പദ്ധതി നിർദ്ദേശിക്കുന്നു അല്ലെ. അപ്പൊ നമ്മള് നിയമിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു എന്താണ് ഒരു പദ്ധതി എന്താണ്, എങ്ങനെ നിയമിക്കണം, ഇന്റർവ്യൂയിലൂടെ വേണോ, ടെസ്റ്റ് നടത്തണോ, ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ഇന്റർവ്യൂ നടത്തണോ, അല്ലെങ്കിൽ പല പല ടെസ്റ്റുകൾ ഉണ്ടല്ലേ, ഏതൊക്കെ ടെസ്റ്റുകൾ വേണം, ഏതൊക്കെ ഇന്റർവ്യൂ വഴിയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്, അങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ഫോർ റിക്രൂട്ട്മെന്റ് അല്ലെ. റിക്രൂട്ട്മെന്റിന് വേണ്ടതായിട്ടുള്ള പ്ലാനുകൾ നമ്മൾ എടുക്കാം. ഇത്തരം കാര്യങ്ങളാണ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. എന്താണ് പറഞ്ഞത്, പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റെപ്പ് ആണ്. ടാലന്റ് മാനേജ്മെന്റിന്റെ ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിലെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞത്. എന്തൊക്കെയാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അല്ലെ, മനുഷ്യ മൂലധന ആവശ്യകതകൾ തിരിച്ചറിയാം, സ്കില്ല്, നോളജ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അത്തരത്തിലുള്ള പ്ലാനുകൾ നമ്മൾ എടുക്കാം. പിന്നെ എന്താ, ഡെവലപ്പിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീ റോൾസ്. ജോലി വിവരണവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോള് വികസിപ്പിക്കാം. പിന്നെ എന്താ, നിയമത്തിനായിട്ട് ഒരു തൊഴിലാളി അല്ലെ, പ്രപ്പോസിംഗ് ദ വർക്ക് ഫോഴ്സ് പ്ലാൻ ഫോർ റിക്രൂട്ട്മെന്റ്. നിയമനത്തിനായിട്ട് ഒരു തൊഴിലാളി പദ്ധതി നിർദ്ദേശിക്കുന്നു. റിക്രൂട്ട് ചെയ്യുന്നത് എടുക്കണോ അല്ലെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക്. എത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നമ്മൾ നടത്തണം, ടെസ്റ്റ് നടത്തണോ, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, പലതരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ട്, ഏതൊക്കെ ഇന്റർവ്യൂസിലൂടെ നമ്മൾ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് സ്റ്റെപ്പും അതുപോലെ തന്നെ ആ പ്രോസസ്സ്, ടാലന്റ് മാനേജ്മെന്റിന്റെ ആ പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം.
നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ? പ്രോസസ്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അട്രാക്റ്റിംഗ് ആണ് അല്ലെ. ഡിറ്റർമൈനിങ് whether the source of a recruitment should be internal or external and seek for the appropriate individuals to fill in the vacant positions through. എന്താ പറയുന്നത് ഇവിടെ അവിടെ ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, job portals such as Naukri.com, timesjob.com, etc. Social networks such as LinkedIn and Twitter. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? റിക്രൂട്ട്മെന്റ് സോഴ്സസുകള് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് നിർണ്ണയിക്കുന്നതിനും അതുപോലെ തന്നെ ഒഴിവുള്ള തസ്തികകളില് നിയമനം നടത്തുന്നതിന് ഉചിതമായ വ്യക്തികളെ അന്വേഷിക്കുകയും ചെയ്യണം അല്ലെ. ഇന്റേണൽ വേണോ? നമ്മൾ പ്ലാൻ ചെയ്തപ്പോ പറഞ്ഞു അല്ലെ, റിക്രൂട്ട്മെന്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തെടുക്കേണ്ടത്? റിക്രൂട്ട്മെന്റ് ഇന്റേണൽ വേണോ എക്സ്റ്റേണൽ വേണോ എന്നുള്ളത് നമ്മള് പ്ലാൻ ചെയ്ത് നമ്മള് നടപ്പിലാക്കണം അല്ലെ. അത് നമ്മള് എന്താ തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്റേണൽ ആയിട്ട് വേണോ എക്സ്റ്റേണൽ വേണോ? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ നിന്ന് തന്നെ അല്ലെ, കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതാണ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുന്നതാണ് അല്ലെ. നമ്മള് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്റേണൽ ആണെങ്കിൽ എന്താ? ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസറെ എടുക്കാം. നമുക്ക് വില്ലേജ് ഓഫീസർ 2 ആഴ്ച ലീവ് ആണെങ്കിൽ പുറത്തു നിന്ന് ആളുകൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റേണലിൽ നിന്ന് ആളുകളെ ഇപ്പൊ എന്താ വില്ലേജ് ഓഫീസറിന്റെ തൊട്ടടുത്ത സ്ഥാനത്ത് ആരാണോ, തൊട്ട് താഴെ ആരാണോ നിൽക്കുന്നത്, ആളെ എന്ത് ചെയ്യും? 2 ആഴ്ചയ്ക്ക് ആളുടെ വർക്കും ചെയ്യണം. ഇതുപോലെ തന്നെ ആ വില്ലേജ് ഓഫീസറിന്റെ വർക്കും കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നിയമിക്കുന്നുണ്ട്. അതാണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്ന് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ 1 മാസത്തേക്ക് ലീവ് ആണെങ്കിൽ പുറത്തുനിന്ന് ആളുകളെ സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ആളുകളെ എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം. ഈ നമ്മളിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. Naukri.com, നൗക്രിയിലൊക്കെ അക്കൗണ്ട് ഉള്ള ആൾക്കാരുണ്ടോ? അതുപോലെ തന്നെ ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഇന്ത്യയുടെ ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലൊക്കെ നമ്മള് എന്താ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിന് അനുസരിച്ചുള്ള ജോബ് വേക്കൻസി വരുമ്പോ അവര് നമ്മളെ അറിയിക്കും ഇല്ലേ. നൗക്രിക്ക് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ, അതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിടാട്ടോ. അക്കൗണ്ട് ചേർന്നിടാം. അപ്പൊ നമ്മുടെ പ്രൊഫൈലിന് അനുസരിച്ചുള്ള ജോബ് വരുമ്പോ അവരെന്ത് ചെയ്യും? മെസ്സേജ് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്യാത്തവര് കറക്റ്റ് ആയിട്ട് അത് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചേർന്നിട്ടാം. ഓക്കെ, ലിങ്ക്ഡിൻ ആയാലും അതുപോലെ തന്നെ നൗക്രിക്ക് ഫേമസ് ആണ്. ഇന്ത്യയില് ഒക്കെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ റിക്രൂട്ട്മെന്റ് എന്നുള്ളത് നമ്മള് എന്താ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് അട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ എക്സ്റ്റേണൽ വൈസ് ആണെങ്കിൽ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ആണെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഈ നൗക്രിയിലും അതുപോലെ തന്നെ ലിങ്ക്ഡിനിലൊക്കെ നമ്മൾ കമ്പനീസ് പോസ്റ്റ് ഇട്ടിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് യോജിച്ച ആളുകള് എന്ത് ചെയ്യും? ആ ആപ്ലിക്കേഷൻ കണ്ടിട്ട് ആ ജോബ് വേക്കൻസി കണ്ടിട്ട് ആപ്ലിക്കേഷൻ അയക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കമ്പനിക്ക് യോജിച്ചതായിട്ടുള്ള ആളുകളെ, എക്സ്പീരിയൻസ്, കഴിവുകള്, സ്കില്ല്, നോളജ് അങ്ങനെയുള്ള ആളുകളെ നമുക്ക് അറിയാം അല്ലെ. ആ റെസ്യൂമ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, CV കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പിന്നെ ഇന്റർവ്യൂ നടത്തി കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് സെലക്ടിങ്. ഓക്കെ, റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ടിംഗ് ദ പേഴ്സണൽ അല്ലെ. സെലക്ടിംഗ് എന്താ ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്നു, കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. സെലക്ടിങ്ങിന് 2 തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഷെഡ്യൂളിംഗ് റിട്ടൺ ടെസ്റ്റ് അല്ലെ, ആൻഡ് ഇന്റർവ്യൂസ്, സ്ക്രൂട്ടനൈസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പ്രൊഫൈൽ. അപ്പൊ എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു?
ടെസ്റ്റുകള്, റിട്ടേൺ ടെസ്റ്റ് ഇപ്പൊ കുറെ ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എന്താ ടീച്ചറിന്റെ ജോബ് വാക്കൻസിയിലോട്ട് ഒരു സ്കൂളില് ഞാൻ അങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നപ്പോ ഒരു ഇന്റർവ്യൂവിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ ആളുകളെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 130 ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടെസ്റ്റ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ചിലവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഇൻഫോം ചെയ്യണമായിരുന്നു, അവരങ്ങനെ ചെയ്തില്ല. അങ്ങനെ അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. കാരണം എന്താ, ഇത്രയും ആളുകളുണ്ട് അല്ലെ, 130 150ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം ആളുകളെ നമ്മള് ഇന്റർവ്യൂ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ ഡിഫിക്കൽറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിട്ടേൺ ടെസ്റ്റിൽ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് ചെയ്യിച്ചു. അതിൽ നിന്ന് പാസ്സായ പെർസെന്റേജ് മാർക്കുള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. അതിനകത്ത് നിന്ന് ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് അവര് അവിടെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം റിട്ടേൺ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യും, എപ്പോ വേണം, എങ്ങനെ വേണം, എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണം, ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. എന്നിട്ട് നമ്മൾ റിട്ടേൺ ടെസ്റ്റ് നടത്തി പിന്നീട് ഇന്റർവ്യൂ നടത്തും. ഓക്കെ, പിന്നെന്താ, സ്ക്രൂട്ടനൈസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫോർ ദ പ്രൊഫൈൽ. എന്താണ്, പ്രൊഫൈലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നു. ഏറ്റവും നമ്മുടെ വേക്കൻസിയിലോട്ട് അനുയോജ്യരാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ഇന്റർവ്യൂ ടെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. അതാണ് സെലക്ടിങ്ങിൽ വരുന്നത്. അട്രാക്ടിങ് ആൻഡ് സെലക്ടിങ് ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ.
നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പൊ നമ്മള് പറഞ്ഞത് എന്താണ്? മാനേജ്മെന്റ് മോഡൽ പ്രോസസ് ആണ്. പ്ലാനിങ് നമ്മൾ പറഞ്ഞു, അട്രാക്ടിങ് പറഞ്ഞു, സെലക്ടിങ് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡെവലപ്പിംഗ്. In this stage, the employees is trained according to and for the organization and the profile. Following other steps involved in the process. എന്താണ് ഈ എംപ്ലോയീസിനെ നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ സെലക്ട് ചെയ്ത് റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മള് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ കൊടുക്കുന്നേ? കാൻഡിഡേറ്റിന് സ്ഥാപനത്തിനും പ്രൊഫൈലിനും അനുസൃതമായിട്ടാണ് പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ നൽകുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ്? ഒരു ഹോസ്പിറ്റലില് നേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റും ഉണ്ട്. റിസപ്ഷനിസ്റ്റിനും നേഴ്സിന്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവും? ഇല്ല. നേഴ്സിന്റേതായിട്ടുള്ള ട്രെയിനിങ് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റിന്റേതായിട്ടുള്ള ട്രെയിനിങ് വേണം കൊടുക്കാനാണ് അല്ലെ. അപ്പൊ എന്താണ്? കാൻഡിഡേറ്റിന് സ്ഥാപനവും പ്രൊഫൈലും അനുസൃതമായിട്ടുള്ള പരിശീലനം വേണം നമ്മള് കൊടുക്കാനായിട്ട്. ഫോളോയിങ് അതർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ്. നോക്കാം എങ്ങനെയാണ്. നോക്കിയേ, ക്യാരിയിങ് ഔട്ട് ആൻഡ് ഓൺബോർഡിംഗ് പ്രോഗ്രാം ഓർ ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഓക്കെ, നമ്മള് ആദ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോ എന്താണ്? ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കും അല്ലെ. ഏതൊരു ഓർഗനൈസേഷനിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത് എന്താണ്? ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാല്? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. എന്താണ് ഓറിയന്റേഷൻ? റിക്രൂട്ട്മെന്റിൽ പഠിച്ചതാണ്. ഓറിയന്റേഷൻ എന്താ? എന്താണ് ഓറിയന്റേഷൻ? ഓറിയന്റേഷൻ മീനിങ് എന്താ? ഓക്കെ, ഔട്ട്ലൈൻ. എന്താണ്? ഇപ്പൊ നമ്മള് ജോലി കിട്ടിയ ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാം അവർക്ക് ചെയ്തു കൊടുക്കും ഇല്ലേ? എന്താ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് ഇല്ലേ? എങ്ങനെയാ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുക? ആദ്യമായിട്ട് ഒരു ജോലി നമ്മള് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ കൂടുതൽ ജോലി ഇത് ചെയ്യണം, ഇന്ന ടൈമിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ജോലി നമ്മുടെ തലയിൽ വെച്ച് തരാറുണ്ടോ? ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോ ഇല്ല. പിന്നെന്താ? നമ്മുടെ കൊളീഗ്സ് അല്ലെ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ പരിചയപ്പെടുത്തി തരാറുണ്ട് അല്ലെ. നമുക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ എന്താ? നമ്മുടെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ പരിചയപ്പെടുത്തും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളെയാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോ കൂടുതൽ ജോലികളൊന്നും നമുക്ക് നമ്മുടെ തലയിൽ കെട്ടിവെച്ച് തരാറില്ല അല്ലെ. എങ്ങനെയാണ് തരാറ് അവര്? എന്തൊക്കെയാണ് നമ്മളെ പരിചയപ്പെടുത്തി തരാറ്? നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെടും. നമ്മൾ എന്ത് വർക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നത്, എത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റ് പരിചയപ്പെടുത്തി തരാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെന്താ? എൻഹാൻസിംഗ് ദ സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫിഷ്യൻസി ഓഫ് ദ പേഴ്സണൽ ടു മാച്ച് ദ പ്രൊഫൈൽ എന്താ പറയുന്നത്? അവിടെ എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് നൽകുന്നു അല്ലെ. എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് നൽകുന്നത്? നമ്മുടെ എന്താ പറയുന്നത്? ട്രെയിനിങ്ങുകൾ നൽകിയിട്ട് അവർക്ക് എന്താണ്? അവരുടെ ഈ പ്രൊഫൈലിന് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റിന്റെ സ്കില്ലായാലും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈപുണ്യം, അതാണ് മീനിങ് വരുന്നത്, നൈപുണ്യം കേട്ടോ. അപ്പൊ പ്രൊഫൈലുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റിന്റെ സ്കില്ലുകള്, ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി, നൈപുണ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നു.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾക്ക് ഒരു ജോലി കിട്ടി, റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടിയതെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് വേണ്ടതായിട്ടുള്ള സ്കില്ലുകളായാലും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ആയാലും നമ്മുടെ നൈപുണ്യങ്ങളായാലും അതിലൂടെ ട്രെയിനിങ്ങിലൂടെ വർദ്ധിപ്പിച്ചു തരുന്നുണ്ട്. കൗൺസിലിംഗ്, ഗൈഡിംഗ് ആൻഡ് കോച്ചിങ്, എഡ്യൂക്കേറ്റിംഗ്, mentoring employees and job rotation. എന്താ പറയുന്നത്? ഓക്കെ, എന്താ കൗൺസിലിംഗ് നൽകുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഗൈഡിങ്. ഇപ്പൊ എന്താ ഗൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ നമ്മുടെ ജോബിന് വേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇന്നതുപോലെ ചെയ്യാം, ഇന്ന വർക്ക് കഴിഞ്ഞിട്ട് ഇന്നത് ചെയ്യാം അല്ലെ, ഡയറക്ഷൻസ് തരാം. അതുപോലെ തന്നെ കോച്ചിങ്, എഡ്യൂക്കേറ്റിംഗ്, നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരാറുണ്ട്. അതുപോലെ തന്നെ മെന്റർ ആയിട്ടല്ലേ, ഇപ്പൊ നമ്മുടെ സൂപ്പർവൈസർ നമുക്കൊരു മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മുടെ വർക്ക് കാര്യങ്ങളും നമ്മുടെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, നമ്മളെ ഒരു മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അപ്പൊ മെന്റർ ആയിട്ട് നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് റൊട്ടേഷൻ, ഓക്കെ, തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഓർഗനൈസേഷനിൽ ചെയ്തു തരുന്നത്. കൗൺസിലിംഗ് തരുന്നുണ്ട്, ഗൈഡിങ് തരുന്നുണ്ട്, അതുപോലെ തന്നെ കോച്ചിങ്. നമുക്ക് എന്തെങ്കിലും ജോബുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ സൂപ്പർവൈസറോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളില് ഇങ്ങനെയുള്ള നമ്മളെ പേടി, അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് നമ്മുടെ കൊളീഗ്സ് ആയാലും കൂടെ വർക്ക് ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികളായാലും ഇങ്ങനെയുള്ള മോട്ടിവേഷനുകള്, ഗൈഡൻസുകള്, കോച്ചിങ്ങുകളൊക്കെ തരുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ട് അതുവഴി നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല രീതിയിലുള്ള ഗോൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡെവലപ്പിംഗിൽ വരുന്നത്. ഓക്കെ, എംപ്ലോയീസിന് ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊഫൈല് അനുസരിച്ചിട്ട് ഓർഗനൈസേഷനിൽ അനുസരിച്ചിട്ടുള്ള പരിശീലനമാണ് ഓരോ എംപ്ലോയീസിനും അവിടെ നൽകുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. ട്രെയിനിങ്ങുകൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ കുറെ അധികം കാര്യങ്ങൾ കെട്ടിവെച്ച് തരില്ല അല്ലെ. നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ ഏതൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല്, ആപ്റ്റിറ്റ്യൂഡ്, പ്രൊഫഷ്യൻസി, നൈപുണ്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഫൈലിനനുസരിച്ച് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗൈഡിങ് നൽകുന്നുണ്ട്, കോച്ചിങ്, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റിംഗ്, ഒരു മെന്റർ ആയിട്ടും എംപ്ലോയീസ് ഒരു മെന്റർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മേലധികാരികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുവഴി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നല്ല രീതിയിൽ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഡെവലപ്പിംഗ് ഒന്ന് വായിച്ചു നോക്കി. എത്ര പേര് എടുക്കുന്നുള്ളൂ? ഡെവലപ്പിംഗ് കൂടി എടുക്കുന്നുള്ളൂ കേട്ടോ. എത്ര പേര് എടുക്കുന്നുള്ളൂ? വായിച്ചു നോക്കാം ഡെവലപ്പിംഗ്. ക്ലിയർ ആണോ ഇത്ര വരെയും? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ നന്നായിട്ട് ഇത്രയും വരെയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.